ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലാട്ടോ. കാരണം നമ്മളിന്ന് ഒരുപാട് മലയാളികളെ കാണാൻ പോവാണ്. നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് ഒരു 45 മിനിറ്റ്സ് ആട്ടോ നമുക്ക് ട്രാവലിംഗ് ഉള്ളത്. UK ബസ് സ്റ്റോപ്പുകളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നോമ്പ് തുടങ്ങിയതിന് ശേഷം ഇതുവരെ ഈവനിങ്ങിലൊന്നും പുറത്തിറങ്ങിയിട്ടില്ല. എന്താ രസമല്ലേ കാർമേഘമൊക്കെ. അടിപൊളിയാണ് ഇവിടുത്തെ മോർണിംഗിലെ വ്യൂസ് എന്ന് പറയുന്നത്. നല്ല രസമാണ് കാണാൻ. പിന്നെ വീടുകളൊക്കെ കണ്ടോ, ഇങ്ങനത്തെ UK ഒരുപാട് വീടുകളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോഴും ഞാൻ സസ്പെൻസ് ആക്കി വെച്ചേക്കാല്ലേ, നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല. ബസ്സൊക്കെ ഇറങ്ങി നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് KMCCയുടെ നോമ്പ് തുറയ്ക്കാണ്. നമ്മൾ ഏകദേശം കുറേ മുന്നേ പ്രീ ബുക്ക് ചെയ്തതായിരുന്നു. 1 മന്ത് മുന്നേ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് പരിപാടിയുടെ തലേ ദിവസം കേട്ടോ സ്ലോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒയാസിസിൽ വെച്ചിട്ടായിരുന്നു. അടിപൊളിയായിരുന്നു. വോളണ്ടിയേഴ്സൊക്കെ ഇഷ്ടം പോലെ. നമ്മളവിടെ എത്തിയ ഒരു 5:30 ആയിരുന്നു. നല്ല പ്രസംഗമൊക്കെ കേട്ടിട്ടോ കയറി ചെന്നേ. ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് സെഷൻ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 1000 എബവ് എങ്ങനെ പോലെ ആൾക്കാരുണ്ടാവും. നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ എല്ലാവരും അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ബാങ്കിന് വേണ്ടി കാതോർത്തിരിക്കുക. ഈ ബ്രിട്ടൻ KMCC എന്ന് എഴുതിയിട്ടുള്ള ആ ബോക്സിൽ നമുക്ക് ഉണ്ടായിരുന്നത് ഒരു ഈത്തപ്പഴവും പിന്നെ പരിപ്പ് വടയും പിന്നെ ഉന്നക്കായും പിന്നെ ഒരു 2-3 കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ഉന്നക്കായ പിന്നെ ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും അച്ചാറും സാലഡും. സമയത്തിന്റെ പരിമിതിയും കോർഡിനേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും കാരണം അവർ നോമ്പ് തുറക്കുമ്പോൾ തന്നെ ഭക്ഷണം വിളമ്പിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നിസ്കരിച്ച് നല്ലൊരു ചായയും കിട്ടി. പുതുതായിട്ട് പരിചയപ്പെട്ടവരോടൊക്കെ സൊറ പറഞ്ഞ് ഞങ്ങൾ അവിടുത്തെ കാലണ്ടറും വാങ്ങി എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങി.